ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അഫ്സാന ചേരുന്നുണ്ട്. അഫ്സാന, കനത്ത സുരക്ഷയിലാണ്, കനത്ത ജാഗ്രതയിലാണ് രാജ്യമുള്ളത്. എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആതിര, പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ വൻ സുരക്ഷയാണ്, കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യതലസ്ഥാനത്താണ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് അടക്കം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വാഹന പരിശോധന അടക്കം ശക്തമാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കിയിട്ടുണ്ട്. ഈ സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അവധിയിൽ പോകുന്നത് അടക്കം അധികൃതർ വിലക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, പ്രധാനപ്പെട്ട ആളുകൾ തിരക്കേറിയ സ്ഥലങ്ങൾ, അതായത് മെട്രോ സ്റ്റേഷൻ അടക്കം വൻ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അധിക പോലീസ് സേനയെ അടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ അടക്കം വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഈ ഒരു സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 21 വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു. അതായത് മെയ് 10 വരെയാണ് വിമാനത്താവളങ്ങൾ അടച്ചത്. ഇന്ന് ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ 20 വിമാന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. മാത്രമല്ല ആതിര, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ജമ്മു കശ്മീരിലടക്കം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ, പഞ്ചാബ്, അതുപോലെ ചണ്ഡീഗഡിലടക്കമാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉള്ളത്. മെയ് 12 വരെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യമാണുള്ളത്. ജനങ്ങളോടടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വീടിന് പുറത്തിറങ്ങരുതെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആതിര, ധരംശാലയിൽ നടക്കാനിരുന്ന പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് IPL മത്സരം ഈ ഒരു സാഹചര്യത്തിൽ മുംബൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആക്രമണ സാധ്യത ഈ മുൻകരുതലിൻ്റെ ഒരു ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. ചണ്ഡീഗഡിലും വിമാനത്താവളം അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിന് എത്തേണ്ടവർ ഈ വിമാനത്താവളം അടച്ച ഒരു സാഹചര്യത്തിൽ മത്സരം മാറ്റിവെക്കുകയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആക്രമണ സാധ്യത കൂടുതലുള്ള ജമ്മു കശ്മീർ, പഞ്ചാബ്, ബീഹാർ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ശക്തമായ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതിനെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അമൃത്സറിലാണ് അമൃത്സറിൽ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി ഒരു സൈറൻ ഇന്നലെ മുഴക്കിയിരുന്നു. ഇത് ജില്ലാ ഭരണകൂടം നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം. ജനങ്ങളെല്ലാം ഇപ്പോൾ ഒരു പരിഭ്രാന്തിയിലാണ്. അതായത് ഈ സൈറൻ മുഴക്കിയതിന് പിന്നാലെ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലായിരുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ജില്ലാ ഭരണകൂടം പരമാവധി സുരക്ഷയായി വീട്ടിൽ തന്നെ ഇരിക്കാനും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനടക്കം അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തും പഞ്ചാബിലും ഹരിയാനയിലുമെല്ലാം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആക്രമണ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അധിക സേനയടക്കം വിന്യസിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആതിര.
തീർച്ചയായും അഫ്സാന, അതിർത്തിയിലുടനീളം ഇന്ത്യൻ ജാഗ്രതയാണ്. രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരോട്, അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന സർക്കാർ ജീവനക്കാരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആതിര, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൻ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യതലസ്ഥാനത്തും അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആക്രമണം നടത്താൻ കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലാണ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സുരക്ഷയുടെ ഭാഗമായി പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്കടക്കം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുകൾ കൂടുതലുള്ള മാർക്കറ്റുകൾ, തിരക്കേറിയ മാർക്കറ്റുകൾ, മെട്രോ സ്റ്റേഷനുകൾ, അതുപോലെയുള്ള ബസ് സ്റ്റോപ്പുകൾ എന്നിവയിലടക്കം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക പോലീസ് സേനയെ അടക്കം വിന്യസിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടിയന്തര സാഹചര്യം നേരിടാനായി ആരോഗ്യവകുപ്പിലടക്കമുള്ള അവധിയിൽ പോയ ഉദ്യോഗസ്ഥരോട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കിയിട്ടുണ്ട്. മെഡിക്കൽ അവധി വരെയാണ് റദ്ദാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അവധിയിൽ പോകുന്നത് വിലക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം രൂക്ഷമായ ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജമ്മു കശ്മീരിലും ചണ്ഡീഗഡിലും പഞ്ചാബിലും അടക്കമാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജമ്മുവിൽ മെയ് 11 വരെയാണ് അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ ചണ്ഡീഗഡിൽ ഇന്നും നാളെയുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല വിമാനത്താവളങ്ങളിലടക്കം വൻ സുരക്ഷ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ധർമ്മശാലയിൽ നടക്കേണ്ട പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് IPL മത്സരം മുംബൈയിലേക്ക് മാറ്റിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് മുൻകരുതലിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. മാത്രമല്ല വിമാനത്താവളത്തെ അടക്കം ഈ ആക്രമണം സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യം ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 21 വിമാനത്താവളമാണ് അടച്ചത്. പാക് വ്യോമയാന കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വിമാനത്താവളം അടച്ചത്. മെയ് 10 വരെ വിമാനത്താവളം അടച്ചിടുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. മാത്രമല്ല ഇനിയൊരു സാഹചര്യം, അതായത് സാഹചര്യം അനുസരിച്ച് കൂടുതൽ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നത് അടക്കം അധികൃതർ നൽകുന്നുണ്ട്. ഇന്ന് ഡൽഹിയിലെ 20 സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. മാത്രമല്ല 20-ലധികം സർവീസുകൾ, അതായത് വിമാനങ്ങൾ വൈകി എത്തും എന്നും അധികൃതർ നൽകുന്ന വിവരമാണ്. മാത്രമല്ല അമൃത്സറിൻ്റെ അമൃത്സറിലും ചണ്ഡീഗഡിലും മുന്നറിയിപ്പിൻ്റെ ഭാഗമായി സൈറൻ മുഴക്കിയിരുന്നു. ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു വിവരമനുസരിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നായിരുന്നു. ഇന്നലെ പാകിസ്ഥാൻ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമൃത്സറിൽ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. ഈ ഇന്ത്യൻ സേന ശക്തമായാണ് ഇതിനെ തടഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അമൃത്സറിൽ കൂടുതൽ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സുവർണക്ഷേത്രം കത്തുന്നു എന്ന രീതിയിൽ അടക്കം വ്യാജ പ്രചാരണങ്ങൾ പാകിസ്ഥാൻ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവിടെ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല വീടുകൾക്ക് പുറത്തിറങ്ങരുത്, അതുപോലെയുള്ള ജനലുകൾ തുറക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അമൃത്സറിൽ നൽകിയിട്ടുള്ളത്. നിലവിൽ അമൃത്സറിലെ ജനങ്ങളടക്കം പരിഭ്രാന്തിയിലാണ്. അതായത് ഈ
അതായത് ഈ അമൃത്സറിൽ സൈറൻ മുഴക്കിയതിന് തൊട്ട് പിന്നാലെയാണ് അമൃത്സറിലും ചണ്ഡീഗഡിലടക്കം ആ സൈറൻ മുഴക്കിയതിന് തൊട്ട് പിന്നാലെ ഡ്രോണാക്രമണങ്ങൾ നടന്നിരുന്നു. ഇതോടെ ഈ സൈറൻ മുഴക്കിയതോടെ ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ ഭരണകൂടം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസറാണ് ഈ ഒരു വിവരം ജനങ്ങളെ അറിയിച്ചത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, എല്ലാവരും സുരക്ഷിതമായി വീടുകൾക്കുള്ളിൽ ഇരിക്കുക, ജനലുകൾ തുറക്കാതെ പരമാവധി വീടിന് പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുക എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതുപോലെ ആക്രമണ സാധ്യത കൂടുതലുള്ള ജമ്മു കശ്മീർ, പഞ്ചാബ്, ബീഹാർ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസേന അടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല വാഹന പരിശോധനകളടക്കം നടക്കുന്നുണ്ട്. വളരെ വളരെ സുരക്ഷ ഒരുക്കുകയാണ് ഇപ്പോൾ പോലീസ്. മാത്രമല്ല ഈ ഒരു അടിയന്തര സാഹചര്യം നേരിടാനായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി വരെ റദ്ദാക്കിയിട്ടുണ്ട്. അതായത് പോലീസ് സേനയിലും ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ അവധിയാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഒരു അടിയന്തര സാഹചര്യം നേരിടാനായാണ് ഇപ്പോൾ അവധി റദ്ദാക്കിയിട്ടുള്ളത്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ അവധിയിൽ പോകുന്നത് വിലക്കിയ ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. കനത്ത ജാഗ്രതയിലാണ് രാജ്യ തലസ്ഥാനമുള്ളത്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. കനത്ത സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഫീസുകളും വീടുകൾ, റോഡുകൾ എന്നിവയ്ക്കാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തിയതായാണ് സൂചനയുള്ളത്. കറാച്ചി തുറമുഖത്ത് സ്ഫോടനം നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. അറബിക്കടലിൽ സൈനിക വിന്യാസം നടത്തി നാവികസേന. ശക്തമായിട്ടുള്ള അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യ തലസ്ഥാനമുള്ളത്. പ്രധാനപ്പെട്ട റോഡുകൾ, വീടുകൾ, ഓഫീസുകൾക്കൊക്കെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധിയിൽ പോയ സർക്കാർ ഉദ്യോഗസ്ഥരോട് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പൂഞ്ചിലും രജൌരിയിലും കനത്ത ഷെല്ലിംഗ് ആക്രമണം ഉണ്ടായിരിക്കുന്നു. സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം, ഭീകരരെ സൈന്യം വധിച്ചിരിക്കുന്നു. ജമ്മുവിലേക്ക് റോഡ് മാർഗം തിരിച്ചിരിക്കുകയാണ് ഒമർ അബ്ദുള്ള. നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മുവിൽ കനത്ത ആക്രമണമാണ്. പുലർച്ചെ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു. അടിയന്തര കൂടിയാലോചനകൾ 10 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുക. അതിർത്തികളിലെ സാഹചര്യം വിലയിരുത്തും, പ്രത്യാക്രമണവും നിരീക്ഷിക്കും. വിദേശ പ്രതിരോധ പ്രവർത്തകരടക്കമാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിൽ നടുങ്ങി പാകിസ്ഥാൻ. പ്രധാന നഗരങ്ങളിലൊക്കെ ആക്രമണം നടക്കുകയാണ്. ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലുമാണ് വ്യോമാക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ 4 പോർ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു. തകർത്തത് 50-ലേറെ പാക് ഡ്രോണുകളാണ്. 2 പാക് പൈലറ്റുമാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്ത്യ. കനത്ത ജാഗ്രതയിലാണ് രാജ്യമുള്ളത്. സ്കൂളുകൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഫീസുകൾ, വീടുകൾ, റോഡുകൾ എന്നിവയ്ക്കാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ്
ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ അതിർത്തിയിൽ ആക്രമണം ശക്തമാവുകയാണ്. ഇരു രാജ്യങ്ങളും ഇന്നലെ രാത്രി ആരംഭിച്ച വ്യോമാക്രമണവും ഷെല്ലിങ്ങും പുലർച്ചെയും തുടർന്നു. കനത്ത തിരിച്ചടിയാണ്, കനത്ത മറുപടിയാണ്, ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. അതുപോലെ തന്നെ കനത്ത സുരക്ഷയിലാണ് അതിർത്തിയുള്ളത്. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. ജമ്മുവിൽ കനത്ത ആക്രമണമാണ്. പുലർച്ചെ വീണ്ടും പാക് പ്രകോപനം. പറന്നുയർന്ന ഡ്രോണുകൾ തകർത്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചു. ജമ്മുവിൽ കനത്ത ജാഗ്രതയാണുള്ളത്. പൂഞ്ചിലും രജൌരിയിലും കനത്ത ഷെല്ലിംഗ് ആക്രമണം ഉണ്ടായിരിക്കുന്നു. 2 പാക് പൈലറ്റുമാരാണ് ഇന്ത്യൻ കസ്റ്റഡിയിലുള്ളത്. ജമ്മുവിലേക്ക് റോഡ് മാർഗം തിരിച്ചിരിക്കുകയാണ് ഒമർ അബ്ദുള്ള. കനത്ത തിരിച്ചടിയാണ് സൈന്യം നൽകിയിരിക്കുന്നത്. കനത്ത ജാഗ്രതയാണ് ജമ്മുവിലുള്ളത്, അതിർത്തിയിലുള്ളത്.